നമസ്കാരം. മണിച്ചപ്പിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ മണിച്ചപ്പിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ബഡ്ജറ്റ് വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ചർച്ച ബഡ്ജറ്റ് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ്. ഒരു സാധാരണ കുടുംബത്തെ ബഡ്ജറ്റ് ഏത് രീതിയിലാണ് ബാധിക്കുക? ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും തന്ന സംസ്ഥാന ബഡ്ജറ്റാണ് കടന്നുപോയത്. എന്നാൽ സാധാരണക്കാരായ കുടുംബത്തിന് തല്ലാണോ തലോടലാണോ അതിൽ വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? സംസ്ഥാനത്തെ വിഴുങ്ങിയ പ്രളയത്തിൻ്റെ കെടുതികളിൽ നിന്നും കരകയറാനായിട്ട് 928 ഉൽപ്പന്നങ്ങൾക്ക് പ്രളയ സെസ് ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനമാണ് വീട്ടമ്മമാരുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിച്ചത്. 12, 18, 28 എന്നീ ശതമാനം GST സ്ലാബുകളിൽ കീഴിൽ വരുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് 1% പ്രളയ സെസ് ഏർപ്പെടുത്തുന്നത്. അതായത് 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനത്തിന് 1 രൂപ സെസ് നൽകേണ്ടതായി വരും. ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ നേരത്തെ തന്നെ വില കൂടിയിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ സാധാരണക്കാരന് താങ്ങാവുന്നതിനേക്കാൾ അല്പം അധികം തുക അടയ്ക്കേണ്ടി വരുമെന്ന് ചുരുക്കം. സ്വർണത്തിനും വെള്ളിക്കും കുറഞ്ഞ സെസ്സായ 0.25% മാത്രമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സംസ്ഥാന ബഡ്ജറ്റിൽ വളരെ ലളിതമായി പറഞ്ഞു പോയെങ്കിലും നിലവിലെ സ്വർണ്ണ വില വെച്ച് നോക്കുമ്പോൾ ഇത് അല്പം കൂടുതൽ തന്നെയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് നിത്യമായി ഉപയോഗിക്കേണ്ടി വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് തന്നെയാണ് ഈ പ്രാവശ്യത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ വില കൂടിയിരിക്കുന്നത്. 12% GST സ്ലാബിന് കീഴിൽ വരുന്നവയിൽ പ്രധാനമായുള്ളത് മരുന്ന്, നെയ്യ്, അച്ചാറുകൾ, 1000 രൂപയ്ക്ക് മേലുള്ള തുണിത്തരങ്ങൾ, കണ്ടൻസ് മിൽക്ക്, സോസ്, കണ്ണട, കുട, ഇറച്ചി ഉൽപ്പന്നങ്ങൾ, നോട്ട് ബുക്കുകൾ എന്നിവയൊക്കെയാണ്. ഇവയെ കൂടാതെ മറ്റ് സാധനങ്ങളും ലിസ്റ്റിൽ ഇടം നേടിയിട്ട് ഉണ്ടെങ്കിലും സാധാരണക്കാർക്ക് ഏറെ അത്യാവശ്യമായി വരുന്ന അല്ലെങ്കിൽ അടിക്കടി വാങ്ങേണ്ടി വരുന്ന സാധനങ്ങളാണ് ഈ മേൽ പറഞ്ഞവ. അതിന് വില കൂടുന്ന ഒരു തിരിച്ചടി തന്നെയാണ്. അടുത്തതായി കുപ്പിവെള്ളം, സോപ്പ്, ബിസ്ക്കറ്റ്, കേക്ക്, ചെരുപ്പ് ഉൾപ്പെടെയുള്ള തുകൽ ഉൽപ്പന്നങ്ങൾ, ബാഗ്, മെത്ത, ഗ്യാസ് സ്റ്റൗ, പെയിൻറ്, റെഫ്രിജറേറ്റർ, TV, ക്യാമറ, ഫാൻ, ഗ്രൈൻഡർ, ഗാർഹിക ആവശ്യത്തിനുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ടോയ്ലറ്റ് സ്പ്രേ, വാട്ടർ ടാങ്ക്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, വാട്ടർ കൂളർ, പ്ലൈവുഡ് തുടങ്ങി ഒരു വീടിന് വേണ്ട അത്യാവശ്യം സാധനങ്ങൾക്കാണ് 18% GST സ്ലാബിൽ വരുന്ന സാധനങ്ങൾ. ഇവയ്ക്കും വില കൂടുമെന്ന് ഉറപ്പ്. മാത്രമല്ല ഇതേ സ്ലാബിൽ വരുന്ന സേവന വിഭാഗത്തിൽ വരുന്ന സിനിമാ ടിക്കറ്റ്, ഹോട്ടൽ ബിൽ, IT ആൻഡ് ടെലികോം സർവീസുകൾ എന്നിവയ്ക്കും വില കൂടുമെന്നുള്ളത് വളരെ ആശങ്കകരമായ ഒരു കാര്യമാണ്. ആഡംബര വസ്തുക്കൾക്ക് എന്ന് പൊതുവെ പറയുമെങ്കിലും 28% സ്ലാബിൽ വരുന്ന ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റവും സാധാരണക്കാരന് ഒരു വെള്ളിടി തന്നെയാണ്. കാർ, ഇരുചക്ര വാഹനങ്ങൾ, AC, ഷേവിംഗ് ക്രീം, സെറാമിക് ടൈൽസ്, സോഡ അടക്കമുള്ള ശീതളപാനീയങ്ങൾ, ഈ ഓട്ടോമൊബൈൽസിൻ്റെ ഉൽപ്പന്നങ്ങൾ, പിന്നെ പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഈ ഭാഗത്തിൽ വരുന്ന സേവന നിരയിൽ വരുന്ന സ്വകാര്യ ലോട്ടറിയിലും 7500 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഹോട്ടൽ ബില്ലിനും വില ഉയരുക തന്നെ ചെയ്യും. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ പൊതുജനങ്ങളെ ഏറെ ആശങ്കയിലാഴ്ത്തിയ ഒരു കാര്യമാണ് ഭൂമിയുടെ ന്യായവിലയിലുണ്ടായ വർധന എന്ന് പറയുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിലും ഭൂമിയുടെ ന്യായവില ഏകദേശം 10% കൂട്ടിയത് ഈ സാധാരണക്കാരായ ആളുകൾക്ക് സ്വന്തമായി ഭൂമി എന്ന സ്വപ്നത്തെ ബാധിച്ച ഒന്നായി മാറി. എന്നാൽ ഈ തവണയും ആ പ്രഖ്യാപനം ആവർത്തിച്ചത് ഈ ഭൂമി എന്ന് പറയുന്നത് സാധാരണക്കാരനൊരു ദുസ്വപ്നമായി മാറുന്ന ഒന്നായി മാറുകയായിരുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ വളരെ രീതിയും തളർന്ന നിലയിലായിരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയെ വീണ്ടും തളർത്തുന്ന ഒന്നായാണ് ഈ പ്രഖ്യാപനവും മാറിയത്. വീടുകളുടെ ആഡംബര നികുതി വർദ്ധിപ്പിച്ചതാണ് മറ്റൊരു പ്രധാന സംഗതി. 1999 ഏപ്രിൽ 1 ശേഷം പണിത 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്ക് നിലവിൽ 4000 രൂപയാണ് ആഡംബര നികുതിയായി അടയ്ക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങളോട് ചേർന്ന് നിർമ്മാണം നടത്തി എല്ലാം 3000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വന്നാലും ഈ നികുതിയുടെ പരിധിയിൽ വരുമെന്നുള്ളതും ഈ നിരക്ക് വർദ്ധിപ്പിച്ച് 10,000 രൂപ വരെ ഈടാക്കാൻ തീരുമാനമായെന്നുള്ള പ്രഖ്യാപനവും വളരെയധികം നെഞ്ചെടുപ്പോടെയാണ് ഏവരും കേട്ടത്. അത് സാധാരണക്കാരെ വളരെയധികം ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. 12% GST സ്ലാബിൽ വരുന്ന മരുന്നുകൾക്ക് സെസ് ചുമത്തുന്നതാണ് അടുത്ത ഒരു തലവേദന എന്ന് പറയുന്നത്. ഇൻസുലിൻ അടക്കം ആകെ വിൽക്കുന്ന മരുന്നുകളുടെ 23% മാത്രമാണ് 5% സ്ലാബിൽ വരുന്നതെന്ന് ഓർക്കുക. എന്നാൽ കേരളം പോലൊരു സംസ്ഥാനത്ത് വിപണിയിലുള്ള 90% മരുന്നുകളും 12% സ്ലാബിലാണ് വരുന്നത്. അത് സാധാരണക്കാരെ ഒട്ടേറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഹൃദ്രോഗം, ക്യാൻസർ, വൃക്കരോഗം തുടങ്ങിയ അസുഖങ്ങളാൽ വലയുന്ന സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത് ഈ ഗണത്തിൽപ്പെട്ട മരുന്നുകളെയാണ്. ഇതിനും സെസ് ഏർപ്പെടുത്തിയാൽ, അമിത സെസ് ഏർപ്പെടുത്തിയാൽ ചികിത്സാ ചെലവിനായി ജനങ്ങൾ പരക്കം പായേണ്ട സ്ഥിതി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സാധാരണക്കാരൻ ഉൾപ്പെടെ ആശ്രയിക്കുന്ന കാറിനും ബൈക്കിനും സെസ് ചുമത്തുന്നതോടെ വളരെയധികം അപ്രതീക്ഷിതമായൊരു തുകയാണ് നികുതിയായി നൽകേണ്ടി വരുന്നത് സാധാരണക്കാർക്ക്. വാഹനവിലയ്ക്ക് പുറമെ അതിൻ്റെ നികുതിയും ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കേണ്ടി വരുന്ന തുകയും ഒരു സാധാരണക്കാരൻ്റെ നടുവൊടിക്കുന്ന ഒന്ന് തന്നെയാണ്. മാത്രമല്ല 15 വർഷത്തേക്ക് അടയ്ക്കേണ്ട ഒറ്റത്തവണ നികുതിയിലും വളരെ വലിയൊരു വർധനയാണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. 1 ലക്ഷത്തിൽ നിന്നും ആരംഭിച്ച് 20 ലക്ഷം വരെ വരുന്ന വാഹനങ്ങൾക്ക്
2000 രൂപ മുതൽ 40,000 രൂപ വരെ നികുതി വില വർദ്ധിക്കുമെന്ന കാര്യം കേട്ട് ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ഏകദേശം കാറ്റുപോയ അവസ്ഥയാണ്. ഇത് ജനങ്ങൾക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്ന ഒന്നാണ് ഞാൻ കരുതുന്നില്ല. 100 രൂപ വരെ ഉണ്ടായിരുന്ന സിനിമാ ടിക്കറ്റിന് ഇനി മുതൽ 23% നികുതിയാണ് അടയ്ക്കേണ്ടത്. നേരത്തെ 12% ആക്കിയിരുന്നത് തന്നെ സാധാരണക്കാരന് താങ്ങാൻ പറ്റാതിരുന്ന ഒരു അവസരത്തിലാണ് ഈ സിനിമാ ടിക്കറ്റിലും ഒരു ഒടിവിദ്യ നടന്നിരിക്കുന്നത്. 100 രൂപയ്ക്ക് മുകളിൽ വരുന്ന ടിക്കറ്റുകൾക്ക് 18% നികുതി 29% ആക്കുന്നതോടെ സിനിമാ തിയേറ്ററുകൾ വൈകാതെ തന്നെ കാലിയാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഒരു സമയത്ത് ഈ കേരളത്തിൽ തകൃതിയായി നിലനിന്നിരുന്ന വ്യാജ സീരിയലുകൾ തലവെക്കാനും സിനിമാ വ്യവസായം തകരാനും മറ്റെന്ത് വേണമെന്നാണ് സിനിമാ അണിയറ പ്രവർത്തകരും പ്രേക്ഷകരും ഒരുപോലെ ചോദിക്കുന്നൊരു കാര്യം. സിനിമയെ മാത്രമല്ല, സർക്കസ്, ടിക്കറ്റ് വെച്ചുള്ള സ്പോർട്സ് എന്നിവ അടക്കമുള്ളവയിൽ ഈ സെസ് എന്ന് പറയുന്ന മഹാപ്രളയം സാധാരണക്കാരനെ വിഴുങ്ങും. GSTക്ക് പുറമെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 10% നികുതി ഈടാക്കാമെന്നുള്ളതും സാധാരണക്കാരൻ്റെ വിനോദ സ്വപ്നങ്ങൾക്ക് ഒരു വിലങ്ങ് തടിയായി തന്നെ നിൽക്കുകയും ചെയ്യുന്നുള്ള കാര്യം ഓർക്കുക. സെസ് എന്ന വെള്ളിടി കൊണ്ട് കോടികൾ സമാഹരിക്കാനുള്ള തീരുമാനത്തിന് മുൻഗണന നൽകി നമ്മുടെ ധനമന്ത്രി TM തോമസ് ഐസക് പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ 55,000 കോടിയുടെ അതിവേഗ റെയിൽ, റബ്ബറിന് താങ്ങുവിലയായി 500 കോടി, രണ്ടാം കുട്ടനാട് പാക്കേജിന് 1000 കോടി, കൃഷിക്ക് 1250 കോടി, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് 4% പലിശ നിരക്കിൽ 3500 കോടിയുടെ വായ്പ, ക്ഷേമ പെൻഷനിലെ 1000 രൂപയുടെ വർധന തുടങ്ങി ഒട്ടേറെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു പരിധിക്ക് മേൽ ഗുണം ചെയ്യുന്നുണ്ടോ എന്നും ഇത്തവണത്തെ നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളർച്ചയാണോ തളർച്ചയാണോ സംഭവിച്ചിരിക്കുന്നതെന്നും നമ്മുടെ സർക്കാർ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഭക്ഷണം, വസ്ത്രം, നിത്യോപയോഗ സാധനങ്ങൾ, ഭൂമി, കെട്ടിട നികുതി, മരുന്നിൻ്റെ വിലവർധന തുടങ്ങി വിനോദത്തിനായി ആകെ ആശ്രയിക്കുന്ന സിനിമാ ടിക്കറ്റിൽ വരെ ഈ പറയുന്ന സെസ് കുത്തിത്തിരികിയ സർക്കാരിൻ്റെ തീരുമാനം കഴിഞ്ഞ വർഷം ഉണ്ടായ പ്രളയത്തേക്കാൾ വലിയ ദുരന്തമാണോ എന്നാണ് ഓരോ സാധാരണക്കാരനായ കുടുംബവും ഇപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ വരവിന് ശേഷം ചോദിക്കുന്നത്. ടൂത്ത് പേസ്റ്റ് മുതൽ TVക്ക് വരെ വില കൂടിയ സ്ഥിതിക്ക് സാധാരണക്കാരൻ്റെ പല സ്വപ്നങ്ങളും കുഴിച്ചു മൂടുകയും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ ഉപയോഗം മുൻ വർഷത്തേക്കാൾ കുറച്ച് വളരെയധികം ഞെരുങ്ങി ജീവിക്കേണ്ടി വരുമെന്നും ഇപ്പോൾ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അതിലൊട്ടും അതിശയോക്തി ഒട്ടുമില്ല. സാധാരണക്കാരായ കേരളത്തിലെ ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന തീരുമാനങ്ങൾ ഒന്നും കൂടി ചിന്തിക്കാനും വേണ്ട വിധം കൃത്യമായ മാറ്റങ്ങൾ വരുത്തി പൊതുജനത്തെ സഹായിക്കാനും നമ്മുടെ സർക്കാരിന് സാധിക്കണം. ഈ ബഡ്ജറ്റിൻ്റെ ഒരു റിവ്യൂ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന് അത് സാധിക്കും. സർക്കാരിന് വന്ന പാളിച്ചകൾ മാറ്റിക്കൊണ്ട് പൊതുജനങ്ങളെ രക്ഷിക്കാൻ നമ്മുടെ സർക്കാർ ശ്രമിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ മണിച്ചപ്പ് പങ്കുവച്ചത് നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റ് സാധാരണക്കാരായ ആൾക്കാരെ എങ്ങനെ ബാധിക്കുന്നുവെന്നാണ്. മണിച്ചപ്പിനെ പറ്റി ഒന്നും കൂടെ പറയാം. പണവുമായി ബന്ധപ്പെട്ട് എന്തും മണിച്ചപ്പിലെ വാർത്തയാണ്. അതിനു മുന്നേ വാർത്ത നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ID-യിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ മണിച്ചപ്പിലൂടെ ലോകത്തെ അറിയിക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ